നമസ്കാരം സാർ. നമസ്കാരം. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? പശുവിനൊക്കെ വാങ്ങിച്ചോ? പിന്നെ ഒരാഴ്ചയായി വാങ്ങിച്ചിട്ട്. ഞാൻ വരുന്നുണ്ട് നോക്കാൻ. എപ്പോ? ഇന്ന് തന്നെ ആയിക്കോട്ടെ. ഇന്നോ? വൈകുന്നേരം ഞാനും നന്ദനും ഒന്നിച്ചങ്ങോട്ട് വരാം. എന്താ? എനിക്കിന്ന് വൈകുന്നേരം ഒരാളെ കാണാനുണ്ട്. ആരെ? ഒരാളെ. പിന്നെങ്ങനെ? സാറിന് വേണേ എന്റെ സ്കൂട്ടർ കൊണ്ടുപോയിക്കോ. എന്ന് പറഞ്ഞ ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ പോന്നേ? ഒറ്റയ്ക്ക് പോയാൽ മതി സാറേ. ഈ ഇന്നുള്ളത് നാളെ ആക്കാൻ പറ്റുമോ? ഇന്നേ സൗകര്യമുള്ളൂ. ശരി. ഇന്നപ്പോ? ഒരു 5 മണിക്ക് ശേഷം. ഈ 5 മണിക്ക് ശേഷം എന്ന് പറഞ്ഞാൽ 6-ന്? 5-നും 6-നും ഇടയ്ക്ക്. കൃത്യം 6-ന്? ഒരു 5:10 വിചാരിച്ചു. ശരി. പശുവിനെ ഞാൻ ഇവിടെ കൊണ്ടു കാണിച്ചല്ലേ സാറേ, പിന്നെ വെറുതെ എന്തിനാ എന്നെ സംശയിക്കുന്നത്? അങ്ങനെയല്ലേ അരവിന്ദാഷ, ഇവിടുത്തെ ചട്ടങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു കാര്യം ചോദിച്ചോട്ടെ? അല്ല, ഞാൻ വേറൊരു കാര്യം അറിയാൻ വന്നതാ. തൊഴുത്തിന് ലോൺ കിട്ടുമോ? തൊഴുത്തിന് ലോൺ കിട്ടുമോ? തൊഴുത്തിന് ലോണോ? തൊഴുത്തിന് നല്ല തൊഴി കിട്ടും. അയ്യോ, എന്നാ വേണ്ട. സാറിന്റെ ഒരു തമാശ. അടങ്ങി ഒതുങ്ങി നിൽക്ക്. പക്ഷെ അവിടെ ഫയർ പൊട്ടിക്കല്ലേ. ഞാൻ ആ പണ്ടാരക്കാലന്മാര് വരുന്നവരെങ്കിലും ഒന്ന് അടങ്ങി ഒതുങ്ങി നിൽക്ക്. ഞാൻ ആ കാശ് ഒന്ന് മേടിച്ചു. വെട്ടി കൂട്ടാൻ വെക്കും ഞാൻ. അയ്യോ, സാറിനെ അല്ല, പശുവിനെ പറഞ്ഞതാ. അയ്യോ സാർ പറഞ്ഞു. സാർ ഇതാണ് പശു. ഇതാണോ സാധനം? ഇത് അന്ന് തന്നെ കാണിച്ച പശു തന്നെയാണോ അരവിന്ദാഷ? എന്റെ പൊന്നു സാറേ, കണ്ണി ചോരയില്ലാത്ത വർത്താനം പറയരുത്. ആ പശു തന്നെയാ. അതേ കൊമ്പ്, അതേ ചെവി, അതേ വായ, അതേ കാല്, അതേ വാല്, അതേ ഇതെല്ലാം അത് തന്നെ. സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോ. കുത്തും കുത്തി കഴിഞ്ഞാൽ തന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അതേ കുത്തും പറഞ്ഞാൽ കുത്തും. എത്രക്ക് ഒപ്പിച്ചു? 5000-ന്. അതേളാ, ഞാൻ കുറെ തർക്കിച്ചു നോക്കി. ഒറ്റ പൈസ കുറയില്ലെന്ന് അയാൾ ഒറ്റ പിടിയാ. ഏതായാലും കൂടിപ്പോയി. അത്രയ്ക്കൊന്നുമില്ല. അതല്ലേ സംഭവം. ഞാനൊരു കെണി ചെന്ന് പെട്ടുപോയാ സാറേ. എന്നെ ചതിച്ചു. താൻ എന്നാ പണിയാ കാണിച്ചത്? താൻ 4 മണിക്ക് മുമ്പ് പശുവിനെ തൊഴുത്തിക്കൊണ്ട് കെട്ടാമെന്ന് പറഞ്ഞല്ലേ അടിച്ചിട്ട് പോകുന്നത്? എടോ, കറവക്കാരൻ വന്ന് കാത് നിർത്തി നേരെ എത്രയായി? എന്ത് പണിയാണ് ചെയ്തത്? ഇയാൾ ആരാ? ഞാൻ ആരാന്നോ? ആഹാ, ഞാൻ ആരാന്ന് ഇപ്പൊ കാണിച്ചു തരാലോ. അടിച്ചോട്ട് പോയാലെങ്ങനെ? താൻ പോടോ. എന്റെ പശുവിനായിരിക്കും തന്നെ അനുവാദം വേണോ? താനാരാ? ഇത് പശുവാണോ? ഈ കയറന്റെ ഇതെന്റെ ആണല്ലോ. അരവിന്ദാഷൻ സെൻട്രൽ ജയിലിൽ കിടന്നിട്ടുണ്ടോ? ഇല്ല. എന്നാ അതിനുള്ള പണിയാ താനിപ്പോ കാണിച്ചത്. ഇനി മേലാൽ ഇത്തരം പോകൃത്തിലോ കൊണ്ട് എന്റെ അടുത്ത് വന്നാൽ സാറേ, ഞാൻ വേണി കാല് പിടിക്കാം. എന്നോട് ക്ഷമിക്കണം. ജോലി വേണ്ടെന്ന് വെച്ചാലോ എന്ന് വരെ ഞാൻ ആലോചിച്ചതാണ്. എങ്കിലും നഷ്ടം എനിക്കായിരുന്നേ. വാസ്തവത്തിൽ എന്നോട് എന്തിനായിരുന്നു അത്ര ദേഷ്യം? എന്തോ എനിക്ക് തന്നെ അറിയാൻ പാടില്ല. സ്നേഹമുള്ളവരെയാണ് വേദനിപ്പിക്കാന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്റെ മനസ്സിന്റെ അടിത്തട്ടിൽ എവിടെയോ സ്നേഹത്തിന്റെ ഒരു കനൽ വീണ് കിടപ്പുണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു.